നമസ്കാരം പ്രശാന്ത് സാർ. നമുക്ക് കുറച്ച് ആ, കുറച്ച് നാളുകൾ മുന്നേ വരെ എനിക്ക് തോന്നുന്നു ഒരാഴ്ചയിലധികം വാർത്തകളിൽ കേൾക്കുന്നില്ല. അതിനു മുൻപ് വരെ നിരന്തരം പ്രമുഖ വാർത്താ മാധ്യമങ്ങളടക്കം ഒരു മാരത്തോൺ ലൈവ് പോലെയൊക്കെ കൊടുത്തുകൊണ്ടിരുന്ന ഒരു പേര്, ഒരു വിഷയമായിരുന്നു നമ്മുടെ എഡിജിപി അജിത് കുമാറിന്റേത്. ക്രമസമാധാന ചുമതലയുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ ഭാഗത്തു നിന്ന് എന്തൊക്കെ വീഴ്ചകൾ സംഭവിക്കാം അതൊക്കെ അന്ന് വാർത്താ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നു. പക്ഷേ ഇതാ എഡിജിപി അജിത് കുമാറിന് ക്ലീൻ ചിറ്റ് ലഭിച്ചിരിക്കുന്നു. ഇനിയിപ്പോ പ്രൊമോഷൻ ആകും, ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഉയർച്ചകൾ വീണ്ടും അജിത് കുമാറിനെ തേടിയെത്തുന്നു. ഇതിൽ എനിക്ക് പ്രധാനമായിട്ട് തോന്നിയത് മൂന്ന് നാല് കാര്യങ്ങളാണ്. അനധികൃത സ്വത്ത് സമ്പാദന കേസില്ല, ഫ്ലാറ്റ് തട്ടിപ്പ് കേസില്ല, ഈ സ്വർണ്ണക്കടത്തുകാർക്ക് കുട പിടിക്കുന്നു എന്നുള്ള ഒരു സംഭവമില്ല. ഇതൊന്നും ഇല്ലാതെ ക്ലീൻ ചീറ്റ് നൽകിയിരിക്കുന്നു അജിത് കുമാറിന്. കേരളം പോലൊരു കൊച്ചു സംസ്ഥാനത്ത് ഇത്രയേറെ പഴികൾ കേട്ട ഒരു വ്യക്തിക്ക്, ഒരു ഓഫീസർക്ക്, ഒരു പോലീസ് ഓഫീസർക്ക് വളരെ പെട്ടെന്ന് ലഭിച്ച ഒരു ക്ലീൻ ചീറ്റ്. അങ്ങ് എങ്ങനെ ഈ ഒരു വിഷയത്തെ നോക്കിക്കാണുന്നു? നമ്മളെ കുറെ ആൾക്കാർ ഇപ്പം ഒരാളുടെ പുറകിൽ നിന്നാൽ അയാളെ ഇല്ലായ്മ ചെയ്യാമെന്നുള്ള തോന്നൽ വളരെ കൃത്യമായിട്ട് തോന്നൽ വളരെ കൃത്യമായിട്ടുണ്ട്. ഒരു കുറ്റവും ചെയ്യാത്ത ഇപ്പൊ അജിത് കുമാർ കുറ്റം ചെയ്തോ ചെയ്തില്ലയോ എന്നുള്ളതല്ല ചോദിച്ചതിന് ആദ്യമേ ഒരു ഉദാഹരണം പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം. ചെയ്തോ എന്നുള്ള ഒരാള് കുറ്റക്കാരനല്ലാത്ത ഒരാളെ നമുക്ക് കൃത്യമായിട്ട് കുറെ ആൾക്കാർ ടാർഗറ്റ് ചെയ്ത് അയാളുടെ പുറകിൽ നിന്ന് വളരെ ആഴത്തിൽ ഒരു കള്ളം പറഞ്ഞാൽ ആ കള്ളം തെളിയിക്കുന്നതിന് വളരെ സമയമെടുക്കും. അങ്ങനത്തെ ഒരു കുഴപ്പമുണ്ട്. അനിൽകുമാർ ശരിയോ തെറ്റോ അതിപ്പം അന്വേഷിക്ക അന്വേഷിക്കേണ്ടതും അല്ലെങ്കിൽ അത് തെളിയേണ്ടതും ഒക്കെയാണ്. പണ്ട് ഹിറ്റ്ലർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു കള്ളം വളരെ ദീർഘമായിട്ട്, അതായത് നല്ലതുപോലെ പറഞ്ഞാൽ അത് കള്ളമല്ലെന്ന് തെളിയിക്കുന്നതിന് സമയം കൂടുതൽ എടുക്കും. അപ്പോഴത്തേനും നമുക്ക് പല കാര്യങ്ങളും ചെയ്തു തീർക്കാം. ഹിറ്റ്ലർ പണ്ട് എനിക്ക് മുസോളിനിയോടാണെന്ന് തോന്നുന്നു. ആരോടാണ് എന്തായാലും അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ വിഷയം എന്ന് പറഞ്ഞാൽ അജിത് കുമാർ അഴിമതിക്കാരനാണ്. അജിത് കുമാർ സ്വർണ്ണക്കള്ളക്കടത്തുകാരനാണ്. അജിത് കുമാർ ഈ പറയുന്ന പോലെ ഫ്ലാറ്റ് അനധികൃതമായിട്ട് സ്വത്ത് സമ്പാദിച്ച ആളാണ്. ഇതാണല്ലോ അദ്ദേഹത്തിന് എതിരെയുള്ള പരാതി എന്ന് പറയുന്നത്. അതായത് അജിത് കുമാർ വീട് വെച്ചു, ഒരു പരാതി. ആ പരാതി അന്വേഷിക്കാമല്ലോ. അജിത് കുമാർ ഫ്ലാറ്റ് മേടിച്ചു, രണ്ടാമത്തെ പരാതി. ആ പരാതി അന്വേഷിക്കാമല്ലോ. അജിത് കുമാർ സ്വർണ്ണ കള്ളക്കടത്തുകാരന്റെ കൂടെ നിൽക്കുന്നു. ആ പരാതി അന്വേഷിക്കാമല്ലോ. ഈ മൂന്ന് പരാതിയുമായിട്ടാണല്ലോ അന്ന് അൻവർ വന്നത്. ഇതിന് കൂട്ടു നിൽക്കുന്നത് പിണറായി വിജയനാണ്. അപ്പൊ അതിന്റെ കൂടെയുള്ള പിണറായി വിജയന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി ശശിയാണ്. അപ്പൊ ആ രീതിയിലുള്ള കാര്യങ്ങൾ അന്വേഷിക്കണം എന്ന് പറഞ്ഞു വന്നു. അന്വേഷണ കമ്മീഷനെ വെച്ചു. ഇപ്പൊ അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. ഡി ജി പി ആയിരുന്നു അന്വേഷിച്ചത്. കാരണം ഇദ്ദേഹത്തിന്റെ റാങ്ക് എത്ര മേളിലാണ്. ഡി ജി പി ആയിട്ട് ഇദ്ദേഹവും ഡി ജി പി ആയിട്ട് നല്ല ബന്ധത്തിലല്ല. ഇപ്പോഴത്തെ ഡി ജി പി മോശക്കാരനാണെന്നല്ല. അദ്ദേഹം നല്ല മനുഷ്യനാണ്, അഴിമതി ഇല്ലാത്തവനാണ്. അതുകൊണ്ടാണല്ലോ ഒരു വസ്തുവിന് അഡ്വാൻസ് മേടിച്ചപ്പോ ഇതുപോലെ ഇത്ര അഴിമതി പറയുന്ന ഉദ്യോഗസ്ഥന്മാരുള്ളപ്പോ ആ അഡ്വാൻസ് മേടിച്ച പൈസ കൊടുക്കാൻ താമസിച്ചു പോയത് കൊണ്ട് അദ്ദേഹത്തിന് പേര് പരാതി കൊടുക്കേണ്ടി വന്നത്. സാധാരണ നമ്മൾ കാണുന്ന ഒരു ഡി ജി പിക്ക് ആണെങ്കിൽ 10-30 ലക്ഷം രൂപ ആരെങ്കിലും എടുത്തിട്ട് വിളിച്ചു പറഞ്ഞാൽ അന്നേരം കൊണ്ട് കൊടുക്കും. ഇദ്ദേഹത്തിന് ആ മാന്യനായ ഓഫീസർ ആണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ടാണ് പുള്ളിക്ക് ആ പൈസ കൊടുക്കാൻ താമസം വന്നത്. കാരണം പുള്ളിയുടെ ശമ്പളത്തിൽ നിന്ന് എടുത്ത് കൊടുക്കണം. നാട്ടുകാരുടെ കയ്യിൽ നിന്ന് മേടിച്ചു കൊടുക്കുന്ന ആളല്ലെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പൊ അദ്ദേഹമാണ് അന്വേഷിച്ചത്. അദ്ദേഹം അന്വേഷിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ പ്രകാരമാണല്ലോ വിജിലൻസ് അന്വേഷിച്ചത്. അപ്പം ഡി ജി പി വിജിലൻസിനെ കൊണ്ട് അന്വേഷിച്ച് ഇപ്പൊ കിട്ടിയ ക്ലീൻ ചിറ്റാണ് ഇന്ന് കോടതി കൊടുത്തിരിക്കുന്നത്. അപ്പൊ അജിത് കുമാർ ശരിയോ തെറ്റോ അന്വേഷണത്തിനകത്തുനിന്ന് വരുന്ന ഒരു അവസ്ഥയുണ്ട്. പക്ഷെ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അൻവറിന് ഒരു അജണ്ട ഉണ്ടായിരുന്നു. ഈ ആരോപണം ഉന്നയിക്കുന്ന അൻവറിനെ നമ്മൾ പുറകോട്ട് പരിശോധിച്ചാൽ കാട്ടിലെ കൂടെ ഒഴുകുന്ന സ്വാഭാവികമായിട്ടുള്ള നദി തടഞ്ഞു കെട്ടി വാട്ടർ തീം പാർക്ക് ഉണ്ടാക്കിയെടുത്തതിന് കേസുള്ള ആളാ. അനധികൃത സ്വത്ത് ഈ പറഞ്ഞതുപോലെ കൈയേറ്റി വെച്ചേക്കുന്നതിന് ഭൂസ്വത്ത് കൈ ഏറ്റി വെച്ചേക്കുന്നതിന് കേസുള്ള ആളാ. അത് ശരിയാണെന്ന് കോടതി വിധിച്ചിട്ടുള്ള ആളാ. അപ്പം അഴിമതി വളരെ പുറകോട്ട് പരിശോധിക്കുമ്പോൾ ഏറ്റവും കൂടുതലായിട്ടുള്ള ഒരാളാണ് അൻവർ. അൻവർ പറഞ്ഞ വേറൊരു ആരോപണം എന്താണ്? അൻവർ പറഞ്ഞത് കോഴിക്കോട്ടു നിന്നും മലപ്പുറത്തു നിന്നും സ്വർണ്ണക്കള്ളക്കടത്തുകാരെ പിടിക്കാൻ പറ്റത്തില്ല. ആ പിടിക്കുന്നെല്ലാം മുസ്ലിം ആകുന്നു. കള്ളക്കടത്തിന്റെ ലിസ്റ്റ് എടുക്കുമ്പോൾ ഈ പറയുന്ന മലപ്പുറത്തു നിന്ന് വരുന്നു. എന്റെ പൊന്നെ, കള്ളക്കടത്ത് മലപ്പുറത്ത് നടത്തിയാൽ മലപ്പുറത്തു നിന്നല്ലേ വരൂ, പത്തനംതിട്ട ജില്ലയിൽ വരുമോ? കള്ളക്കടത്ത് മുസ്ലിം പിള്ളേർ നടത്തിയാൽ മുസ്ലിം പിള്ളേരുടെ പേരല്ലേ വരൂ, ഹിന്ദുക്കളുടെ ക്രിസ്ത്യാനികളുടെ പേര് വരുമോ? ഇതിനകത്ത് ഈ അൻവർ, അതായത് അൻവറിന് അതൊക്കത്തെ ഒരു താല്പര്യമുണ്ട്. ആ അൻവറിന്റെ താല്പര്യം സംരക്ഷിക്കപ്പെടാതെ പോയപ്പോൾ അതൊരു അജണ്ടയാക്കി കൊണ്ടുവന്നു. അൻവർ കള്ളക്കടത്തുകാരനാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അൻവർ സ്വർണ്ണ കള്ളക്കടത്തുകാരെ വെള്ളം പൂശുന്നതായിട്ട് നമുക്ക് പലപ്പോഴും തോന്നി.
അതുപോലെ തന്നെ ഈ കാര്യം മലപ്പുറത്തു നിന്ന് ആൾക്കാരുടെ പേരിൽ പിണറായി വിജയൻ അഴിമതി ആരോപിക്കുന്നു, പിണറായി വിജയൻ കുറ്റം ആരോപിക്കുന്നു. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഇവിടുത്തെ കേരളം മൊത്തമുള്ള ക്രൈം ലിസ്റ്റ് എടുക്കുന്നു. സ്വർണ്ണ കള്ളക്കടത്തുകാർ ഏറ്റവും കൂടുതൽ വന്നപ്പോൾ മലപ്പുറം ജില്ലയിൽ നിന്ന് വന്നു. പിണറായി വിജയൻ പറയാതിരിക്കാൻ ഒക്കുവോ? മലപ്പുറത്ത് മുസ്ലിങ്ങൾ ജില്ല അല്ലെങ്കിൽ മുസ്ലിം ലീഗിന്റെ ജില്ല ആയതുകൊണ്ട് മലപ്പുറത്ത് നിന്ന് കള്ളക്കടത്തുകാർ കൂടുതലല്ലെന്ന് പറയാൻ ഒക്കും. ലിസ്റ്റ് മാറ്റി പത്തനംതിട്ടയിലേക്ക് വെക്കാൻ ഒക്കും. അവിടെ ഹവാല പണം ഏറ്റവും കൂടുതൽ കേസ് എടുത്തിട്ടുള്ള നോക്കുമ്പോൾ മലപ്പുറം ജില്ലയിൽ നിന്ന് അതിപ്പോ മാറ്റി പത്തനംതിട്ട ജില്ലയ്ക്കോ കൊല്ലം ജില്ലയ്ക്കോ കൊടുക്കാൻ ഒക്കും. അപ്പൊ ഇതിനകത്ത് ഒരു കൃത്യം, അതായത് ഒരു അജണ്ട പാസ്സാക്കുന്നതിന് വേണ്ടി ഈ പറയുന്ന അജിത് കുമാറിനെ നിങ്ങൾ ഇടയ്ക്ക് വെച്ച് അയാളെ RSSകാരനാക്കിയില്ല. RSS നേതാവിനെ അദ്ദേഹം പോയി കണ്ടു എന്നുള്ളത്. RSS നേതാവിനെ ആർക്കും കാണാം. എടാ ഇവിടുത്തെ SDPക്കാരനെ ലോകത്ത് അല്ലെങ്കിൽ ബാക്കിയുള്ള പാർട്ടിക്കാരല്ല ഇവിടെ മതമേലധ്യക്ഷന്മാരെ, ലോകത്ത് കൊള്ളൂല്ലാത്തവന്മാരെ, ഹമാസിന്റെ നേതാവിനെ ഈ പറയുന്നത് പോലെ അവിടെ ഇരിക്കുന്ന ഹമാസിന്റെ നേതാവിനെ ഇവിടെ വിളിച്ച് ഇവിടെ പാലസ്തീനിൽ നിന്ന് അവനെ വീഡിയോ കോൺഫറൻസിൽ കൂടെ കോഴിക്കോട് കടപ്പുറത്ത് വിളിച്ചിട്ട് സംസാരിച്ചിട്ട് അതിവിടെ നടത്താം. ഇവിടുത്തെ ADGPക്ക് ഇവിടെ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഡ്യൂട്ടി സമയത്തല്ല, അല്ലാത്ത സമയത്ത് അദ്ദേഹത്തിന് RSS നേതാവിനോട് സംസാരിക്കും. RSS നേതാവെന്നൊക്കെ ഏതാണ്ട് ഈ നിരോധക സംഘടനയുടെ ആളാണ്. ഞാൻ RSSകാരനൊന്നുമായിട്ട് പറയല്ല. ബാക്കി എല്ലാവരും കാണുമ്പോൾ ഇവിടുത്തെ പ്രതിപക്ഷ നേതാവ് ഇളകുന്നു, അതിന് സപ്പോർട്ട് പിണറായി വിജയൻ നിൽക്കുന്നു. പിണറായി വിജയൻ RSS നേതാവിന്റെ കൂടെ അല്ലേ ഇപ്പം ഗവർണർ RSSകാരനാണെന്നാ പറയുന്നത്, അദ്ദേഹത്തിന്റെ കൂടെ അല്ലേ ഇപ്പൊ അവിടെ പോയി സംസാരിച്ചത്. അതായത് ഒരു അജണ്ട, പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ അജണ്ട. അത് ഏത് രീതിയിൽ, അതായത് അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി അതിനകത്ത് RSSനെ ഉൾപ്പെടുത്തുന്നു, അല്ലെങ്കിൽ ഹിന്ദുവിനെ ഉൾപ്പെടുത്തുന്നു, അജിത് കുമാർ ഹിന്ദു ആകുന്നു, അല്ലെങ്കിൽ പിണറായി വിജയൻ ഹിന്ദു ആകുന്നു. അതിനകത്ത് ആ രീതിയിൽ പറഞ്ഞിട്ട് ഈ പറയുന്ന സ്വർണ്ണക്കള്ളക്കടത്തിനും ഹവാല പണമിടപാടിനും ബാക്കി മറ്റേതെങ്കിലും ഒക്കെ അനാവശ്യ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി അവർ ഒരു മതവും അല്ലെങ്കിൽ ആ മതത്തിന്റെ ആൾക്കാർ കൂടുതലുള്ള ഒരു ജില്ലയെ പീഡിപ്പിക്കുന്നു, പ്രീണിപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് രക്ഷപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നതിനുള്ള ശ്രമമാണ് പിണറായി പറഞ്ഞല്ലോ. ഇവിടുത്തെ SDPക്കാരനെയും അല്ലെങ്കിൽ ഇവിടുത്തെ PFIക്കാരനെയും ഒക്കെ ചാരുന്ന ഒരു മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിട്ടുള്ള അന്ന് ഷാജിയെ കണ്ടില്ലേ? ഷാജി അറിയാമല്ലോ, വിപ്ലവം ഷാജി. നമ്മുടെ മുസ്ലിം ലീഗിനകത്തെ പുള്ളി ET മുഹമ്മദ് ബഷീർ ഒക്കെയാണ് അത് വിപ്ലവം ഉണ്ടാക്കുന്നത്. അദ്ദേഹം പറഞ്ഞല്ലോ പിണറായി വിജയൻ ഞങ്ങളുടെ പ്രസിഡന്റിനെ പറഞ്ഞാൽ ഞങ്ങളത് കാണിച്ചു തരും. നേരത്തെ പിണറായി വിജയനെ വെട്ടിക്കൊല്ലുന്ന രീതിയിൽ അന്ന് പ്രസ്താവന ഇറക്കി. ഏത് ജനാധിപത്യ രാജ്യത്ത് അയാള് ഈ പറയുന്ന തങ്ങൾ എന്ന് പറയുന്ന ആൾ ഈ മുസ്ലിം ലീഗ് മതേതര ജനാധിപത്യ പാർട്ടിയാണ്, അല്ലെങ്കിൽ ഈ ജനാധിപത്യ സംവിധാനത്തിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്ന പാർട്ടിയാണ്, അങ്ങനെ MLA MP മാരെയൊക്കെ ഉണ്ടാക്കിയ പാർട്ടിയാണെങ്കിൽ അതിനകത്ത് കുഴപ്പമുണ്ടെങ്കിൽ വേറെ രാഷ്ട്രീയ പാർട്ടികൾ പറയും. ഇത് BJPയുടെ സംസ്ഥാന പ്രസിഡന്റിനെ പറഞ്ഞ പ്രശ്നമില്ല, ഇവിടുത്തെ CPIയുടെ സംസ്ഥാന സെക്രട്ടറിയെ പറഞ്ഞ പ്രശ്നമില്ല, CPMന്റെ സംസ്ഥാന സെക്രട്ടറി ആർക്കും പറയാം, അല്ലെ കോൺഗ്രസിനകത്ത് വിമർശനം ഉണ്ടാക്കും. മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് തങ്ങളെ പറഞ്ഞ അടിക്കും ഇടിക്കും എന്നൊക്കെ പറയുന്നത് ആ പൊളിറ്റിക്സ് ഇവിടെ. അതാ അൻവർ ഇവിടെ കൊണ്ടുവന്നത്. അൻവർ എന്താ ഈ പറയുന്നത് പോലെ ന്യായവും അന്യായത്തിനും കൂടെ നിൽക്കുന്നതാണെങ്കിൽ ഈ ജലീൽ പറഞ്ഞതുപോലെ പറയാത്തത്? ഇവിടെ ഏറ്റവും കൂടുതൽ ഈ പറയുന്ന മയക്കുമരുന്ന് കള്ളക്കടത്തുകാരനും അല്ലെങ്കിൽ മയക്കുമരുന്നുകാരെ പിടിക്കുമ്പോഴും വളരെ സത്യമായിട്ടുള്ള കണക്കാ, അതിനകത്ത് ഏറ്റവും കൂടുതൽ വരുന്ന മുസ്ലിം കുട്ടികളാ. അത് മലപ്പുറം ജില്ലയിൽ നിന്ന് കൂടുതൽ വരുന്നു. ജലീൽ പറഞ്ഞു ശ്രദ്ധിക്കണം, മദ്രസ പഠനം കഴിഞ്ഞ് വരുന്ന ആൾക്കാരാണോ ഇതിന്റെ പുറകിൽ കൂടുതലായിട്ടുള്ളത് എന്ന് ശ്രദ്ധിക്കണം. കാരണം 4000 മദ്രസകളുണ്ട്. എന്താ ഈ പറയുന്ന അൻവർ പറയാത്തെ? മയക്കുമരുന്നിന്റെ വിഷയം വന്നപ്പോൾ ഇവിടുത്തെ അൻവറും മുസ്ലിം ലീഗും നിങ്ങൾ നോക്കിയോ? സംസാരിച്ചിട്ടുണ്ടോ? ബാക്കി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സംസാരിച്ചല്ലോ. സംസാരിച്ചാൽ അതിനകത്ത് മുസ്ലിങ്ങൾ കൂടുതലായിട്ട് വരുമോ എന്നുള്ള ആശങ്ക. അതായത് എന്ത് മുടിഞ്ഞാലും കുഴപ്പമില്ല, ജാതി ഉണ്ടാക്കി, പ്രീണനം ഉണ്ടാക്കി, താല്പര്യങ്ങൾ സംരക്ഷിച്ച് ധ്രുവീകരണം ഉണ്ടാക്കി സ്വന്തം താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി മുന്നോട്ട് പോകുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ആൾക്കാരാണ് ഇവരെല്ലാം. അത് പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഭാഗം. പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ബിസിനസ് ആണ് ഈ പറയുന്ന സ്വർണ്ണക്കള്ളക്കടത്ത്, മയക്കുമരുന്ന്, അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ഹവാല പണമിടപാട്. ഇതിന് വക്കാലത്ത് പിടിക്കാനും അച്ചാരം പിടിക്കാനും പറയുന്നത് പോലെ മുസ്ലിങ്ങളെ പീഡിപ്പിക്കുന്നു അല്ലെങ്കിൽ പ്രീണിപ്പിക്കുന്നു എന്ന് പറയുന്നു. അതിനകത്ത് RSSനെ കലർത്തുന്നു, അല്ലെങ്കിൽ അവർ ഈ പറയുന്ന കാര്യങ്ങൾ തടയിടുന്ന ഉദ്യോഗസ്ഥന്മാരെ ഈ പറയുന്ന പോലെ RSSകാരനാക്കുന്നു. അത്തരത്തിലുള്ള ഒരു പൊളിറ്റിക്സ് ആയിട്ടാണ് ഇവിടെ മുന്നോട്ട് പോകുന്നത്. പക്ഷെ പൊളിഞ്ഞില്ലേ? ഇയാള് തെളിവ് കൊടുത്തല്ലോ. ഇയാൾ ഇന്നലെ പറയുന്നത് കേട്ടു, അൻവർ പറയുന്നത് കേട്ടു, അദ്ദേഹം പറയുന്നത് കേട്ടു, ഞാൻ കോടതിയിൽ പോകുന്നു. അദ്ദേഹം തെളിവ് കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷിച്ചല്ലേ? ഇതിനകത്ത് ഒരു കാര്യമല്ല. അന്ന് തന്നെ മാധ്യമങ്ങൾ ഇതിന്റെ പുറകിൽ നിന്ന് മാറി എന്താണെന്ന് അറിയാം. ഈ DGP അഴിമതിക്കാരനാണ് ഈ പറയുന്ന പ്രത്യേക വിഷയത്തിനകത്ത്. അന്ന് അവിടെ ചെന്ന് നോക്കിയപ്പോൾ അയാൾ ഈ പറയുന്ന വീടിന്റെ അവിടെ ചെന്ന് നോക്കിയപ്പോൾ അവിടെ ആ വീട് എത്ര സ്ക്വയർ ഫീറ്റ് ആണെന്നും
ആ വീടിനകത്തെ സ്പേസ്, അതിന് ചെലവാക്കുന്ന പണം, അതിനെടുത്തേക്കുന്ന ലോൺ, ഇതിന്റെ കണക്കനുസരിച്ചുള്ള ലിസ്റ്റ് വെളിയിൽ വെച്ചിട്ടുണ്ട്. അതായത് അതാണ് അന്ന് മാധ്യമങ്ങൾ ഇതിന്റെ പുറകിൽ നിന്ന് മാറിയത്. കാരണം അയാൾക്കറിയാം അയാൾ DGP യാ. ഇതിന്റെ പുറകിൽ അയാൾ ഒരുപക്ഷെ ഈ പറയുന്നത് പോലെ മിടുക്കനായതുകൊണ്ടോ അല്ലെങ്കിൽ കള്ളത്തരം ചെയ്യുന്ന ആളായതുകൊണ്ടോ കൂടിയായിരിക്കാം ഇത്തരത്തിൽ അതിന്റെ മുമ്പിൽ ഒരു ലിസ്റ്റ് വെച്ചതും, എന്റെ വീട് ഇത്ര സ്ക്വയർ ഫീറ്റ് ആണെന്നും ഇതിനകത്ത് എത്ര രൂപ ലോൺ ഉണ്ടാകുന്നു, ഇതിന് എത്ര ചെലവ് വരുമെന്നും, ഇത് ആരാണ് ചെയ്യുന്നതെന്നുള്ളതിനെ പറ്റി ആ ലിസ്റ്റ് വെച്ചത്. അതിനകത്ത് അന്വേഷിച്ചപ്പോ ഒന്നും ഇല്ലല്ലോ. അയാൾ അതിന്റെ ക്ലിയർ എവിഡൻസ് അവിടെ ഉണ്ടല്ലോ, കണക്കും കാര്യങ്ങളും ഉണ്ട്. പിന്നെ ഫ്ലാറ്റ് ഇടപാട്, അതിന്റെ ഏത് സമയത്താണ് ഫ്ലാറ്റ് മേടിച്ചത്, അന്ന് എത്ര രൂപയാകുന്നു, അപ്പൊ രജിസ്ട്രേഷൻ ഫീസ് അതിന്റെ തെളിവല്ലേ. രണ്ടാമത് കൊടുക്കുന്നു, അന്നേരം വിൽക്കുമ്പോൾ അതിന്റെ ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട് അത് തെളിവല്ലേ. വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കണ്ടേ. അല്ലാതെ ക്ലീൻ ചിറ്റ് കൊടുത്തു, അന്നേ അറിയാമായിരുന്നു, അത് കൊടുക്കുമായിരുന്നു എന്നൊക്കെ പറഞ്ഞത് ആരെയും. ഇത് സാധാരണക്കാരനെ പറ്റിക്കാനല്ലേ പറ്റും. പണ്ടത്തെ കൊണ്ട് പറ്റിക്കാൻ ഒക്കുന്ന ഒരു അവസ്ഥ ഇന്നില്ല. നമ്മളെല്ലാം ചിന്തിക്കും, നാട്ടുകാരെല്ലാം ചിന്തിക്കും. പിന്നെ എന്ത് നടത്തുന്നതിനും ഒരു RSS അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ആരോപണവും ഒരു രീതിയും ഒക്കെ വെച്ചു പോകുന്ന ഒരു അവസ്ഥ കേരളത്തിൽ ഇന്നുണ്ട്. അത് ഇന്ത്യയിൽ മൊത്തം ഉണ്ടായിരുന്നു. കേരളത്തിൽ അത് ഇപ്പോഴും വർക്കൗട്ട് ആവുമെന്ന് കണ്ട് തുടർന്നു പോകുന്ന ഒരു അവസ്ഥയുണ്ട്. പക്ഷെ ഇവിടെയും വർക്കൗട്ട് ആകാത്ത ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ആൾക്കാർ കാര്യങ്ങൾ മനസ്സിലാക്കി തുടങ്ങി, ധരിച്ചു തുടങ്ങി. ഇതൊക്കെ ചിലതൊക്കെ മറച്ചു പിടിക്കുന്നതിന് വേണ്ടിയാണെന്ന് കണ്ട് ആൾക്കാർ ഇതിനെയൊക്കെ തിരസ്കരിച്ചു പോകുന്നതാണ്. ഇപ്പൊ നാളെ കാണത്താം, അയ്യോ വീണ്ടും പിണറായി RSS ആയേ, അജിത് കുമാറിന് ക്ലീൻ ചിറ്റ് കിട്ടിയേ എന്നുള്ള കാര്യം നമുക്ക് അടുത്ത ദിവസങ്ങളിൽ കേൾക്കാം. എന്തായാലും അങ്ങ് പറഞ്ഞതുപോലെ ADGP അജിത് കുമാറിനെ അടിക്കാൻ PV അൻവർ എടുത്ത വടി വർക്കൗട്ട് ആയില്ല. അപ്പം ADGP അജിത് കുമാറിന് ക്ലീൻ ചീറ്റ് ലഭിച്ചിരിക്കുന്നു. താങ്ക് യു സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.